ഇപ്പോൾ അമ്പലാശ്ശേരി കടയിലാണുള്ളത്. നമ്മുടെ രാജൻ ചേട്ടൻ്റെ ഊണ് കിട്ടുന്ന ഫേമസ് ഊണ് കിട്ടുന്ന രാജൻ ചേട്ടൻ്റെ കടയിലാണ് നിൽക്കുന്നത്. എൻ്റെ കൂടെ നമ്മുടെ ശരത്തനാണുള്ളത്. പറയണം ഹായ്. നമ്മുടെ ഫുഡിനെ പറ്റി പറയണം. നമ്മുടെ ഫുഡിനെ പറ്റി രാജൻ ചേട്ടൻ്റെ കടയെ പറ്റി കട്ട് ചെയ്യുന്നത് എന്തിനാ? കണചേട്ടനെ ഇരിക്കട്ടെ, കണചേട്ടനും പറയട്ടെ. ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള കാര്യങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടുന്ന് കഴിക്കുന്ന അടിപൊളി ഫുഡ്, ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ ജ്യൂസി ആയിട്ടുള്ള മീൻകറി, മീൻ ഫ്രൈ, കരിമീൻ, ചെമ്മീൻ, സിലോപ്പി, വരാല്, കാരി, കൂരി, ചേറുമീൻ, വരാൽ ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും. എല്ലാം കിട്ടും ഇവിടെ. ഞങ്ങളിപ്പോ വന്നതേ ഉള്ളൂ. ഇപ്പൊ വന്നിട്ട് അടുത്ത ഇന്നത്തെ ഇപ്പൊ സമയം കറക്റ്റ് പറഞ്ഞ എത്രയാണ്? സമയം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിയായോ? 4 മണി ആയിട്ടില്ല, 2:30 ആയിട്ടുള്ളൂ. 2:30 ഇപ്പൊ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് പറയാം. 2:30 ആയിട്ട് പോലും ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഭക്ഷണം നമുക്കൊന്ന് ജസ്റ്റ് ഇപ്പൊ കാണാം നമുക്ക്. ഓക്കെ, ലേറ്റായിട്ടോ വന്നെങ്കിൽ പോലും നമ്മൾ നേരെ കിച്ചണിലോട്ടും കയറും കേട്ടോ. നേരെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. സിലോപ്പിയൊക്കെ തേണ്ട നല്ല മസാല പുരട്ടി വെച്ചേക്കുക. മീനൊക്കെ വെട്ടി നല്ല ഒരുക്കി വെച്ചേക്കുന്നു. ശാലണ്ണ, എങ്ങനെ അമ്മ എടുത്ത ഫുഡിന്? കഴിക്കാൻ പോകുന്നല്ലേ ഉള്ളു. ഓൾറെഡി നമ്മൾ കഴിച്ചതേ ഉള്ളു. ഇതൊക്കെ നമ്മുടെ അയലത്ത് കിടക്കുന്ന കടയല്ലേ ഇത്. കണ്ട, നമ്മുടെ ഒരു ഒരു ഊണ് പറഞ്ഞ് നമുക്ക് ജസ്റ്റ് കിട്ടുന്ന കാര്യങ്ങൾ ഓൾറെഡി ഇതേണ്ടോ. ഇത് ഇങ്ങോട്ട് വന്നിരുന്ന അവിടെ നമുക്ക് കക്കയിറച്ചി, കപ്പ, അച്ചാറ്, സലാഡ്, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, എല്ലാം, മീൻ വറുത്തത്. നമുക്കുള്ള ഫുഡാ ഇത്. എടുത്ത് ഇങ്ങനെ അടുക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഫുഡല്ലേ നമ്മൾ എടുക്കുന്നത്. നമ്മൾ മീൻ എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം നമുക്കുള്ള കരിമീനും എല്ലാം എടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കഴിച്ചവരുടെ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ ഷാജി കൈലാസ് ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളവരുടെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന ഫേമസ് ആൾക്കാരുടെ മാത്രം ഇവിടെ വെച്ചേക്കുന്നത്. നമ്മുടെ ഇപ്പം ലൈവ് ഇവിടെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നതോട് നമുക്ക് ചോദിക്കാമല്ലോ എങ്ങനെയുണ്ട് ഭക്ഷണം. എങ്ങനെയുണ്ട് ചേട്ടാ? നല്ല ഫുഡ്. ഞങ്ങളിപ്പോൾ തുടങ്ങിയുള്ളൂ. ഈ ഫസ്റ്റ് ചാറ് തന്നെ കൊള്ളാം. ഫസ്റ്റ് ആ വരാലിന്റെ കറി ഒഴിച്ചപ്പോൾ തന്നെ ആര് പറയുന്നത് അത് മാത്രം മതി ചോറുണ്ടാനെന്നാണ്. ഇനി വരാൻ പോകുന്നത് ഇതിനപ്പുറം. ഞങ്ങളിവിടെ മീൻ കഴിക്കാൻ നിൽക്കുവാണ്. ഇവിടെ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ വറുത്ത് ചൂടോടെ നമ്മുടെ പിന്നെ രാജൻചേട്ടൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അദ്ദേഹം ഇവിടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ സമാധിയാണ്. പക്ഷെ നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും പണ്ടത്തെ ആ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ കണ്ടത് രാജൻചേട്ടൻ്റെ കത്തുകടയിൽ കാണുക. നിങ്ങൾ നോക്കുക, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കടകൾ പല്ലനാറാണ്. ആ കടയുടെ വാതിക്കൽ ഇപ്പോഴും തന്നെയാണ് തൊട്ടിൽ മീനുകൾ കാണിച്ചത്. തൊട്ടിൽ നമ്മുടെ പഴയ നാടൻ വരാൽ ഐറ്റംസും കാര്യങ്ങളൊക്കെ പള്ളത്തി സഹിതം ഈ തോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. കടവീന്ന് പിടിക്കുന്ന മീനുകളൊക്കെ ഇതുണ്ട്. അത് നമ്മൾ നോക്കുക. ഇതല്ല ഈ കാണുന്ന മീനുകൾ, കരിമീൻ പള്ളത്തിയും എന്തോന്ന് ഇതൊക്കെ നിങ്ങൾ കാണുക. അത് നിങ്ങൾ കരിമീൻ പള്ളത്തി, നമ്മുടെ സാധാ പള്ളത്തി, ഇതല്ലാതെ വരാല് ഐറ്റംസ് ഒക്കെ ഈ തോട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. പല്ല ജലദോഷത്തിന് സ്റ്റാർട്ടിംഗ് പോയിന്റാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ പല്ല ജലദോഷം എന്തിനാണ് എനിക്കറിയത്തില്ല. കണ്ണപ്പ മുതലാളി. പിന്നെ ഞാനൊക്കെ സത്യം ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് ഒരു 2:30 ഇപ്പോഴും ഇവിടെ ഭക്ഷണം കഴിക്കാനായി കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ.
ഇവിടുത്തെ ഭക്ഷണം കേട്ടറിഞ്ഞ് തന്നെ വന്നവരാണ്. ഭക്ഷണം കഴിക്കാൻ വന്നതല്ലേ ഇവിടെ? ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. എവിടെ ഉള്ള ചേട്ടാ? കായംകുളം പത്തിയൂര്. കായംകുളം പത്തിയൂര് എന്ന് വരെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നവരാണ്. ഞങ്ങളിപ്പം ജസ്റ്റ് ഇവിടെ ഭക്ഷണം എല്ലാം ഓർഡർ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടപ്പോൾ ഓരോ വണ്ടിക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പം നമുക്ക് സന്തോഷമാണ്. കാര്യം നമ്മുടെ നാട്ടിലെ ആ ഒരു കാര്യത്തിന് വേണ്ടി വരുന്ന ആൾക്കാരെ വണ്ടി തിരിക്കാൻ പോയതാ കേട്ടോ. പോവല്ലവര്. എന്റെ ഉണ്ണിക്കണ്ണ നീ 1.5 വയസ്സുള്ളപ്പോ നീ ആറ്റിലല്ലായിരിക്കും നീന്തിയത്. എത്ര വയസ്സാ എന്നാലും? ഏത് വെള്ളത്തെ എത്ര വയസ്സുള്ള എന്നാ ഒരു കണക്ക് പറ. എത്ര വയസ്സാ? 4 വയസ്സ് നീ കിടക്കപ്പായെന്ന് മുള്ളിക്കണത്തില്ലേ? ഏത് കല്ലെറിഞ്ഞ് വെള്ളം വെക്കും? ഏത് കൊതുമ്പ് വെള്ളം? കിഡ്നിക്കത്തെ കല്ലാണോ മൂത്രക്കല്ലാണോ എറിഞ്ഞ കല്ല്? എടാ എടാ എത്ര വയസ്സാ? എത്ര വയസ്സാ ബാക്കി? പല്ലിനെ 6ന്റെ ദൂരം കാണിച്ചു തരാവേ. ഇപ്പൊ പിടിച്ചിട്ട് നീന്തത്തില്ലേ? ഇത് കണ്ടാ, തുടക്കം ആയതേ ഉള്ളു. കണ്ടാ, അക്കരയിലോട്ട് എത്തണം. 75 മീറ്റർ. 75 മീറ്റർ. എന്തെങ്കിലും പറയാനുണ്ടോ? മറ്റേ സിനിമാടി പറഞ്ഞു വിട്ടായിപ്പോല്ലോ. മറഡോണ അല്ലേ? എന്താ മഡോണ? മെസ്സി 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 ഇപ്പൊ പിടിച്ചാ നീന്തല്ലേ? ഓക്കെ ശരി. നല്ലൊരു കഥ. നമ്മുടെ സാധാരണ ചെറിയ വള്ളമാണ്, അതിൽ പലക വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത് വള്ളം. പറയുമ്പോൾ വലിച്ച് വെള്ളത്തിലോട്ട് ഇറക്ക്. ഓക്കെ, കയ്യൊന്ന് നോക്കിയാര്. ഞാൻ ഇത് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് ഇത്രയും നേരം. അറിയോ? ഇറങ്ങിട്ട് ഇവിടെ ഉണ്ട് സാധനം. ഇവിടെ എത്തും സാധനം. ഇതാ സാമ്പാർ സെറ്റ്. ഇതല്ലാണോ കരിമീൻ? ഇത് രണ്ടും കരിമീനാണ്. എന്തോ എന്തോ മീൻ കറിയാ? ചൂര. ചൂരയുടെ കറിയാണ്. വരാലേട്ടാ, വരാല് മൊത്തത്തിൽ അങ്ങനെ അങ്ങ് വാർത്തെടുത്തേക്കുക. വരാലങ്ങനെ മൊത്തത്തിൽ വാർത്തതും ചേച്ചി എങ്ങനെ വരൂ വരൂ. ഒഴിച്ചോ ഒഴിച്ചോ. നല്ല പുളിഞ്ചാറായിരിക്കും അല്ലേ?
ഹെവി സാധനമായിരിക്കും. കാന്താരി നമുക്ക് എങ്ങും അങ്ങനെ കിട്ടാത്ത. ഇപ്പോൾ ശാലെണ്ണം പറഞ്ഞു വിട്ട് കാന്താരിയും കൊച്ചുള്ളിയും കൂടെ ചതച്ചത്. മീനൊക്കെ ഇപ്പോൾ കൊടുക്കത്ത വില, എന്നിട്ട് പോലും നമുക്ക് കേരച്ചൂര. നമ്മുടെ സിലോപ്പി എല്ലാം മുരമുരാന്നിരിക്കുന്ന സിലോപ്പി. എല്ലാം പറഞ്ഞു ഇത് നമ്മളെ വരാല്. ജ്യൂസി സാധനം അല്ലേ, മുരമുരാന്നിരിക്കുന്ന ജ്യൂസി. ആഹാ അന്തസ് ഹൈ ബൈറ്റ് അല്ലേ. ആ കക്കയിറച്ചിയുണ്ട്, മീൻ വറുത്തയുണ്ട്, കപ്പയുണ്ട്, അവിയല്, മീൻതോരൻ, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി, സലാഡ്. സിലോപ്പിയത് കൈയെടുക്കാൻ തോന്നത്തില്ല. അതാണ് ആ ഒരു ടേസ്റ്റി ഫീല്. ഇനി എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ട് ആ ബാക്കി വീഡിയോസ് കാണിച്ചു തരാം. അവിടെ പോയി ആണോ? എന്തോ ചോദിക്കത്തില്ല, ചോദിക്കാൻ എടുക്കാണ്. തല കിട്ടിയില്ല, കിട്ടിയ പ്ലേറ്റാ. എടാ പൊന്നുമോനെ, ആ ഒരു ടേസ്റ്റ് അല്ലേ. ലാസ്റ്റ് എല്ലാവരും നിന്നിട്ട് അതിൻ്റെ ആ തോലും ഏതാ ആ മാംസത്തിൻ്റെ ചെറിയ നെയ്യുള്ള കൊഴുപ്പുള്ള ആ ഒരു എന്തോ അതിന് പറയുന്നത് പറയടാ ദേവിഷേ. പറയാനൊന്നുമില്ല അതിനകത്ത് ആ ടേസ്റ്റ് നിൽക്കുന്നത്. കൊളസ്ട്രോൾ ഉള്ളത് കഴിക്കല്ലേ അല്ലേ, കൊളസ്ട്രോൾ ഉള്ളത് അത്രയും ആ ഒരു പീസ് കഴിക്കല്ലേ. അതിപ്പുറത്ത് വെക്കാൻ, അതിപ്പുറത്തോട്ടൊന്ന് വെയ്യ് കണ്ടാ. അതിനകത്ത് ചെറിയ നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചാണല്ലോ. ഈ ഒരു സാധനം അതാ ഒരു വൈബിലങ്ങോട്ട് കഴിക്കുമ്പം കിട്ടുന്ന സുഖം. നെയ്മീനൊക്കെ മാറി നിൽക്കും. ചേച്ചിയല്ല അമ്മച്ചി. ഞാനൊരു ചെറിയ മുള്ളിൻ്റെ പീസത്ത് ഞാൻ കാണിച്ചു തരാവേ. ഇതെങ്ങനെ തിന്നണ്ടേന്ന് എനിക്കും അറിയത്തില്ല, പക്ഷെ ഈ മുള്ള് തിന്നണം. ഇതിനകത്ത് ഇതുണ്ട്, ഈ മുള്ള് ഇങ്ങനെ ആക്കി മാറ്റണം കഴിച്ചിട്ട്.
തല ഊറി അതിനകത്ത് മജ്ജ അല്ലേ? മജ്ജ. ഇതുണ്ടോ തിന്ന പീസ് ഇത് ഇങ്ങനെ എല്ലാം തോലും ഇതേ ഒരു പീസ് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിങ്ങനെ ഇരിക്കുന്നൊരു പീസൊന്നും ഇല്ല, ഒരു ചെറിയൊരു എന്തോ അതിന് പറയുന്നത്, ഒരു കഷ്ണം. അത് ജസ്റ്റ് ഒന്ന് ഓരോ മുള്ളായിട്ട് മാറ്റണം. അല്ല അത് തിന്നണം. ഇതിനകത്ത് നമ്മൾ ടാസ്ക് ഇരിക്കുന്നത്. വേണ്ട ഇതിങ്ങനെ കിടക്കും. ഇതിൻ്റെ ആ അരപ്പും ആ മൊരുപ്പും എല്ലാം കൂടെ അങ്ങോട്ട് ചേർന്ന് അതങ്ങോട്ട് വേണ്ട. ഇത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും. കാര്യം ഒരുപാട് കഷ്ടപ്പെട്ടു വരും. അച്ചാറിനകത്തൊരു കാന്താരി. എങ്ങനെയുണ്ട് വിഷ്ണു? സൂപ്പർ ചേട്ടാ, അടിപൊളി. ഇതുണ്ട ഇവരിതൊക്കെ അങ്ങോട്ട് ചോറ് വലിച്ച് ഇതിനെ അങ്ങ് നശിപ്പിച്ച് ഇതിനെ അങ്ങ് ചീത്തയാക്കി കളഞ്ഞു വരും. നയനമനോഹരമായ കായൽ തിരുന്ന് നമ്മളിങ്ങനെ ഒരു ഫുഡ് കഴിച്ചു, ആസ്വദിച്ച് നല്ല സൂപ്പർ ഗ്രില്ല് ഫിഷ്. എനിക്കറിയാം ഉണ്ടാക്കാൻ. ഇതൊന്നും കുഴപ്പമില്ലല്ലോ. ഞാൻ രണ്ട് ചീത്ത പറഞ്ഞപ്പോ അതാണ് കുഴപ്പം. എങ്ങനുണ്ട്? ഇറച്ചി ആര് മുമ്പി? നിലവാരം മനസ്സിലാക്കുക. ഓക്കെ ശരത്തണ്ണൻ അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. എന്തായാലും ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങിയേ ഉള്ളൂ. ഫുഡിൽ അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, എല്ലാവരും കഴിച്ച നല്ലതായിട്ട്. നിങ്ങൾ എപ്പോൾ വന്നാലും ഇവിടെ ഫുഡ് കിട്ടും, നമുക്കൊരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ കഴിച്ചവിടെ നിന്ന് ഇറങ്ങുവാണ്, നമുക്കൊരു കുഴപ്പമില്ല, സന്തോഷത്തോടെ നമ്മൾ ഇറങ്ങുവാണ്. ഇനിയൊരു കുഴപ്പമില്ല. നമുക്ക് ഇനിയും വേണമെന്ന് വല്ലവരും നമുക്ക് തരാൻ വേണ്ടി നിൽക്കും, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മളെന്തായാലും നമ്മൾ കഴിച്ച അൺലിമിറ്റഡ് ആണ്. നമ്മൾ കഴിച്ച നമ്മൾ വയറ് കണ്ടു മാത്രം ഇറങ്ങുവാണ്. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും. നമ്മൾ അടുത്ത ഇനി ഇവരുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ശരി. ബൈ.